യോ അമ്മച്ചി, യോ 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 ഞാൻ കണ്ടു കേട്ടോ, വെളുത്ത് സാരിയൊക്കെ കൊടുത്ത് പല്ലൊക്കെ തെള്ളി തരുമോ. ഓ പ്രേതം കേട്ടോ, ഒറിജിനൽ സത്യം. ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമോ. എൻ്റെ അമ്മോ, ഇതേ അങ്ങോട്ട് നോക്കിയേ, ആ മരത്തിൻ്റെ മുട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ തറയിലുണ്ടോ, കാലൊന്നും മുട്ടിട്ടില്ല, ഇങ്ങനെ പറന്ന് നിൽക്കുവാ സാധനം. ശരിക്കും പറഞ്ഞാൽ ഇനി ഞാൻ നിങ്ങളോട് തുറന്നു പറയുമോ, ഈ പ്രേതമൊക്കെ ഉണ്ടോ, അത് ഈ ആത്മാക്കളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെയാണോ? നമ്മളിങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇങ്ങനെ ഭൂമിയിൽ കറങ്ങി കിടക്കും, അത് പ്രേതമായിട്ടൊക്കെ നമ്മളെ കയറി പേടിപ്പിക്കും, കരുത്ത് പിടിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഇന്ന് എനിക്ക് തെളിയിച്ചേ പറ്റത്തുള്ളൂ. ഞാനൊരു പ്രേതത്തെ തേടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരുപാട് പ്രേത കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ പ്രേതത്തെ കണ്ടവരുണ്ട്. ഞാൻ ഇന്നലെ അതുവഴി നടന്നു പോയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ കുറുകെ ചാടുന്ന കണ്ട്, അല്ലെങ്കിൽ ഇവിടെ എൻ്റെ പുറകിൽ ഒരു സ്ത്രീ രൂപം കണ്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് തെളിയിക്കാൻ വേണ്ടി പ്രേതം ഇപ്പോഴും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആ പ്രേത ബംഗ്ലാവിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ബോണക്കാട് പ്രേത ബംഗ്ലാവ് നിങ്ങൾ കേട്ട് കാണുമല്ലേ, ഒരുപാട് കേട്ട് കാണും. എന്തായാലും അതിൻ്റെ നിജസ്ഥിതി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ 1951 തോന്നുന്നു, അവിടെ ഒരു സായിപ്പും മദാമയും സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. അവർക്കൊരു മകളും ഉണ്ടായി. അങ്ങനെ കാലങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ മകള് ആ ബംഗ്ലാവിൽ ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ പ്രേതം ഇപ്പോഴും ആ ബംഗ്ലാവിൽ ചുറ്റി നടക്കുന്നുണ്ട്. രാത്രിയിൽ കരച്ചിൽ കേൾക്കുന്നുണ്ട്, രാത്രി ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ഈ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ വെപ്പറുണ്ടല്ലോ, ആ നിശ്വാസങ്ങളൊക്കെ കേൾക്കുന്നു എന്നാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ പ്രേതമുണ്ടോ, അത് ആരെങ്കിലും ശല്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പം അങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാനും ക്യാമറമാൻ മാത്രം ഉള്ള യാത്രയാണ്. ക്യാമറമാൻ പേടിയുണ്ടോ? പേടിക്കരുത്, ഞാനുണ്ട് നിൻ്റെ കൂടെ. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ചുറ്റും വിജനമായ കാടുകൾ മാത്രമാണ്. അതിൻ്റെ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല, എല്ലാം കൽ റോഡുകളാണ്, ചുറ്റും ചെങ്കുത്തായ വഴിയാണ്, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ പോവുകയാണ്. എന്തായാലും പകലൊക്കെ ചില സംഘങ്ങളായിട്ട് ആൾക്കാർ പോകാറുണ്ട്, രാത്രി ആരും പോകാറില്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 5-6 മണി അടുത്തിരിക്കുവാണ്. ഈ കക്ഷിയോട് വഴി ചോദിച്ചോളാം. ഒരാൾ പോകുന്നുണ്ട്, നമുക്ക് എന്തായാലും ചോദിച്ചോളാം. ജസ്റ്റ് ഒരു കക്ഷി പോകുന്നുണ്ട്. ഒരു പക്ഷേ ഈ നാട്ടുകാരനാണ്, കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഈ നാട്ടുകാരനാണെന്ന് തോന്നുന്നു. ആണ് ഇവിടെ പിന്നെ ബോണക്കാട് പിന്നെ പ്രേത ബംഗ്ലാവില്ലേ, അങ്ങോട്ട് പോകാൻ കുറേ ദൂരം ഉണ്ട്. ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട്. ആ ഒരു സമയം ഒരുപാട് താമസമല്ല. ഇപ്പോൾ കയറ്റി വിടത്തില്ല അങ്ങോട്ട്? ഇനി കയറി പോകാൻ ആണോ? അവിടെ എന്തെങ്കിലും വേറെ ആരെങ്കിലും ആൾക്കാർ ഇനി ആരും അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ആണ് ഈ സ്ഥലത്തുള്ളതാണോ? ഞാൻ ഇവിടെ ഉള്ളതാണ്. നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല ഉണ്ടോ? പോകുന്നുണ്ട്. ഈ ആ സമയത്തൊക്കെ ഇനി അങ്ങോട്ട് കയറി പോണത് പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രേതം ഉണ്ടോ? ഉണ്ടായി. ആരും അങ്ങനെ ഈ സമയത്തൊന്നും അങ്ങനെ പോകാറില്ല. ആണോ? പിന്നെ വെറുതെ നിൽക്കുമെന്ന് വരാൻ പറ്റുമെന്ന് കൂടെ? എനിക്ക് വേറെ ജസ്റ്റ് പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് വരുന്നു, അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടിക്കുന്നു വേണം. എന്തായാലും നമ്മൾ വളരെ ദൂരത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടെ വരുവാണെങ്കിൽ ഒരു അരമണിക്കൂർ കേസേ ഉള്ളൂ. ജസ്റ്റ് ആ ബംഗ്ലാവ് കാണുന്നു, നമ്മൾ ആദ്യമായിട്ട് വരുന്നുണ്ടാണ്, കാണുന്നു, തിരിച്ചു വരുന്നു. ഒന്ന് കയറാൻ പറ്റുമോ? എവിടെ ഒന്ന് കയറണം, ഒന്ന് കയറാൻ പറ്റുമെങ്കിൽ. അവിടെ ആരും കയറ്റി വിടത്തില്ലേ? അവിടെ ഇപ്പോഴും ഈ സമയത്തൊന്നും ആരും കയറ്റി വിടത്തില്ല. ആണോ? കാരണം സമയം ഒരുപാട് പോയി. ഇവിടെ പോകുമ്പോഴത്തേക്കേ ഈ വന്യജീവികൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടോ? വന്യജീവി കാട്ടുപോത്ത ചിലപ്പോൾ കാണും. ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും വലിയ ഉപകാരമാണ്. ഉടനെ വിട്ടേക്കും, ഒരു അരമണിക്കൂർ തിരിച്ചു വരാം. അവിടെ ഈ റോഡ് പ്രശ്നമാണോ? റോഡ് നല്ല റോഡൊന്നും അല്ല. അല്ലേ? ഇങ്ങനെയുള്ള റോഡ് തന്നെ അല്ലേ? ഇങ്ങനെയുള്ള റോഡാണ്. എന്തായാലും നമുക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട്. പ്രേതം ഉണ്ടെന്നൊക്കെയുള്ള സംസാരമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംസാരമുണ്ട്, ശരിയാണോ? അതുകൊണ്ട് ഉണ്ടോ? പ്രേതം ഉണ്ടോ? പ്രേതം ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്തൊന്നും ആരും അങ്ങോട്ട് പോകത്തില്ല അല്ലേ? സമയത്തൊന്നും ആരും പോകും. പകലൊക്കെ ആകുമ്പോഴത്തേക്ക് കണ്ടിട്ട് തിരിച്ചും കയറാം. രാവിലെയൊക്കെ വരും. രാവിലെ വന്ന് ഒരു 10 മണി വരെയൊക്കെ നിൽക്കും. ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ തിരിച്ചു വരും. അപ്പൊ ഇത് ബോണക്കാട് അടുത്തെന്ന് തോന്നുന്നു. അടുത്തോ? ബോണക്കാട് എത്തിയോ? ഒരുപാട് പട്ടിയുള്ള ചായക്കട തോന്നുന്നു അല്ലേ? നമുക്ക് ചുമ്മാ ചോദിക്കട്ടെ, നിങ്ങൾ സത്യമാണോ ഇത് അറിയണ്ടേ? നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ഒരാളെ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ഇതാന്ന് തോന്നി, ഇനി അവസാനത്തെ കട ഇതാന്ന് തോന്നില്ല. മേലോട്ട് നീ കാണാൻ കടയില്ല. കൊച്ചട്ടോ ചായ കുടിക്കുമല്ലയോ? അപ്പൊ നമ്മള് ബോണക്കാട് പ്രേത ബംഗ്ലാവിലോട്ട് പോവാ. അവിടെ ഈ സമയത്ത് കയറ്റി വിടുവോ? എന്താണ് അഭിപ്രായം? സമയത്ത് പോവരുത്. അങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. പറ എന്താണ്? സമയത്ത് പോവരുത്. പോയ പ്രശ്നം അല്ലയോ? പ്രശ്നം സമയത്ത് പോകത്തില്ല, അല്ലാത്ത സമയത്ത് പോകും. അപ്പൊ അതിനകത്ത് പ്രേതം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? ഒരു ഐതിഹ്യമാണ്. പ്രേതം ഐതിഹ്യമാണ്. അത് രാത്രി പോകുന്നത് അപകടം തന്നെയാണല്ലേ? അപകടമാണ്.
അപ്പൊ എന്തായാലും പോട്ടെ, നിങ്ങൾ രണ്ടും കഴിച്ച് പോവാ, നോക്കാമല്ലോ എന്തായാലും. എന്നാ നോക്കാം. അപ്പൊ കൊച്ചായിട്ട് ചായ കുടിച്ചോ? അപ്പൊ ജീവനോട് തിരിച്ചു വരാണ് വീണ്ടും കാണാം. ഓ ശരി എന്നാ. ശരി, ഓക്കെ. ശരി, പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ എന്തായാലും ദിലീപണ്ണ, നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ. അസമയത്ത് പോരെന്നാ പറഞ്ഞേക്കുന്നത്. സമയത്ത് പോകരുത്, അതല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ നിങ്ങളെ ഞാൻ വെറും തള്ളാന്ന് വിചാരിച്ചു. പക്ഷെ ഇതെന്തായാലും കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടല്ലോ. കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, പ്രേതം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് അത് തെളിയിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. ഓക്കെ, പോവാം. ഓക്കെ ഓക്കെ ശരി, ഓക്കെ. ഇതാണ് സംഭവം. ഇതാണ് ബംഗ്ലാ. ഇത് വേറെ പേടിയാവില്ല? ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമല്ലേ? ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. നേരത്തെ നല്ല ബംഗ്ലാവായിരുന്നു. നിങ്ങൾക്ക് പേടിയില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി? നമുക്കും പേടി തന്നെ. നമ്മൾ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വൈകുന്നേര സമയങ്ങളിലൊന്നും ആരും വരാറില്ല. എന്നിട്ട് നിങ്ങൾക്ക് ആൾക്കാർ പറഞ്ഞു വിടുവോ? 4 മണിക്ക് മുന്നേ ആൾക്കാർ ഇറക്കി വിടും. ഈ പ്രേതം ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണല്ലേ? ഉണ്ട്. ഇവിടെ വരണവർക്ക് പല അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. എന്തായാലും ഈ സാധനത്തെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവുക. പ്രേക്ഷകരെ, നിങ്ങൾ ലൈവായിട്ട് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ആ പ്രേതത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കെട്ടഴിച്ച് വിടാൻ പോവുകയാണ്. നിങ്ങൾ കാണുക. ഇപ്പോൾ സമയം 6 മണിയായിരിക്കണം. നല്ല അന്തരീക്ഷമാണെങ്കിൽ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. കണ്ടില്ലേ, ഒരു പ്രേതാലയമാണ്. ഇവിടെയാണ് ആ സംഭവം ഉള്ളത്. ഒരു പ്രേതാത്മാവ് ഇങ്ങനെ വരുന്നവരെയൊക്കെ ശല്യപ്പെടുത്താൻ വേണ്ടി രാത്രിയിൽ ചിലങ്ക ഇട്ട് ബഹളം ഉണ്ടാക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഈ അനുഭവം ഓരോരുത്തർ കൊണ്ട് രാത്രി. നിങ്ങൾക്ക് ധൈര്യമുണ്ട് രാത്രി ദിവസം കിടക്കാൻ? രാത്രിയൊന്നും നമ്മൾ കിടന്നിട്ടില്ല. നിങ്ങൾ ഈ നാട്ടുകാരനായിട്ട് പോലും പേടിയാ അല്ലേ? നാട്ടുകാരനായിട്ട് നമ്മൾ കിടന്നില്ല. എന്തിനു വെറുതെ റിസ്ക് എടുക്കാൻ പോണം? അപ്പോൾ അത് പേടിയുണ്ടെന്ന് അർത്ഥം. ഈ നാട്ടുകാരനാണ് ദിലീപണ്ണ. ഈ മനുഷ്യൻ പോലും പേടിക്കുക. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഞാനങ്ങ് വിദൂരതയിൽ നിന്ന് വരുന്ന ആളായിട്ട് പോലും ഇവിടെ ഒറ്റയ്ക്കാണ് ഞാൻ വരത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ള ധൈര്യത്തിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു സാരി ഉടുത്ത്, വെള്ള സാരി ഉടുത്ത് സാധനം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് ഓടുക? ഇല്ല, അതൊരിക്കലും ഇല്ല. ചതിക്കല്ല ദൈവത്തെ ഓർത്ത്. കളഞ്ഞിട്ടൊന്നും ഓടില്ല. ഇവിടുത്തെ അകത്താരും അകത്ത് ചിലപ്പോൾ ആൾ കാണും. ടൂറിസ്റ്റ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. എന്നാൽ ഈ സമയത്ത് കാണുമെന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും കണ്ട ഈ ഗേറ്റ് തന്നെ പഴയ നമ്മുടെ പ്രേത കോട്ടയിലൊക്കെ ഗേറ്റ് കാണത്തില്ല, അതുപോലുള്ള കിരി 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 എന്നുള്ള ശബ്ദമുള്ള ഗേറ്റും അല്ലേ? ഇരുമ്പ് ഗേറ്റും ഉണ്ട്. 1951 ഈ കൊട്ടാരം സ്ഥാപിച്ചല്ലേ? ഗേറ്റിന്റെ അതിന്റെ അകത്ത് വേറെ ഉണ്ട്. ഈ ഇങ്ങനെയുള്ള തലമുറയല്ലേ ഇത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. പറയില്ലേ, ഓരോരുത്തർ വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ അനുഭവങ്ങൾ കിട്ടാറുണ്ട്. രാത്രിയൊക്കെ ഇവിടെ താമസിക്കാൻ നിൽക്കുമ്പോൾ ചിലങ്ക ശബ്ദവും അതുപോലെ ഓരോ അനുഭവങ്ങൾ. ഇത് കാർ പോർച്ചാണ് ഇവരുടെ പണ്ടത്തെ. സത്യം പറയുന്നത് പേടിയാവണ്ട, പേടിയാവുന്ന എന്തൊരു ഇഴജന്തെന്ന് വിചാരിച്ചു പറയാക്കൂല. കാണുമല്ലേ? നിങ്ങൾ പേടിപ്പിക്കായി മനുഷ്യ. ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്തായാലും നിങ്ങളുടെ നോട്ടം എൻ്റെ ദേഹത്ത് ഫുള്ള് വേണേ. അതുണ്ട്. നിങ്ങൾ ചത്താലും എന്നെ കൈവിടരുത്. അതില്ല. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഈ മല മുഴുവൻ കയറിയേക്കുന്നത്. ഓ ദൈവമേ, എനിക്കൊന്നും പറ്റല്ലേ. ഇങ്ങാർക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, എനിക്കൊന്നും പറ്റല്ലേ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയുള്ള മനുഷ്യനാണേ. ആരാ ഉണ്ടെന്ന് ആരുണ്ടോ ഇവിടെ? ഇവിടെ ആൾക്കാരുണ്ടോ? ഫസ്റ്റ് പയ്യന്മാരാണല്ലോ, ചെറുപ്പക്കാരാണല്ലോ. പറഞ്ഞുകൂടാ, സമയം കുറേ ഇല്ലേ? നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞ സമയം ഒരുപാടായി പോണില്ലേ? ഞാൻ ഇവിടെ ഉള്ള ഈ വൈകുന്നേര സമയത്തൊന്നും ഇവിടെ ആരും നിൽക്കാറില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ? വിജനമായ സ്ഥലത്ത് നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലേ? അണ്ണാ കാണാൻ വന്നെയാണ്, വേറെ കാഴ്ചകളൊന്നും കിട്ടിയില്ലേ? പ്രേതത്തിനെ കാണാൻ. പ്രേതത്തെ തന്നെ കാണാം. നിങ്ങൾക്ക് പേടിയൊന്നും നേരത്തേക്ക് വരണ്ടേ? പ്രേതത്തെ നോക്കാന്ന് വിചാരിച്ചു. ഫോട്ടോ എടുത്ത് വെച്ചേ. പ്രേതത്തെ നിങ്ങൾ കണ്ടാ പേടിക്കുവോ? എന്തിനാ പേടിക്കുന്നത്? പേടിയില്ല. അങ്ങനെ പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടോ? ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു വിശ്വാസം ഉണ്ടോ? ഇവിടെ അങ്ങനെ പറയുമ്പോഴത്തേന് ഇവിടെ കുറച്ച് പയ്യന്മാരൊക്കെ രാത്രി സ്റ്റേ ചെയ്യുകയും അങ്ങനെ ആ കൂട്ടത്തിലുള്ള പയ്യന് രാത്രിയിൽ ഇങ്ങനെ രാജ് കൂടി എന്നൊക്കെയാണ് അവന്മാർ പറയണത്. പിന്നെ ഒരു രാത്രി മൊത്തം വന്ന് ഇച്ചിരി മരുന്ന് കടിച്ചിട്ട് ഇവിടെ ക്യാമ്പ് ഫയർ പോലെ ഡാൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുത്തൻ ഡാൻസ് കളിച്ചെന്നും പിന്നെ ആ ഡാൻസ് കളിച്ചപ്പോൾ പിന്നെ നേരം വെളുക്കുന്നതുവരെ ഇവിടെ ഫുള്ള് ഡാൻസ് കളിയായിരുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ നാഗവല്ലി ദേഹത്ത് കൂടി ചിലപ്പം ആയിരിക്കാം. ദേഹത്ത് കൂടി അത് ശരിയാണോ?
അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഈ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമുള്ള ആളാണ്, വിദൂരക്കാരനാണ്. ഇദ്ദേഹം ഇവിടെ അടുത്താണ് എൻ്റെ കൂട്ടുകാരനെ. ഞങ്ങളതിനെ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സംഭവം ഉണ്ട്, ഒരു പ്രേതാലയം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കിത് കാണാൻ വിചാരിച്ചിട്ട് കയറി വന്നതാണ്. നിങ്ങൾ ഈ വിദൂരക്കാരൻ ഈ സ്ഥലവാസിയായിട്ട് പോലും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റും ഒരു രാത്രിയിൽ? പറ്റുമോ? ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. തനിക്ക് പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. എടുക്കാൻ പറ്റും. മീശ ഉണ്ടല്ലോ, പറ്റുമോ? മീശയുടെ കാര്യമൊന്നുമല്ലല്ലോ. പ്രേതം വന്ന് വീട് കഴിഞ്ഞാൽ നാഗോലി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുമോ? ദിലീപണ്ണനും പറ്റുമോ? പുള്ളി ഇവിടുത്തെ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇവരൊക്കെ ഈ പ്രേതമായിട്ട് അടുത്ത് കഴിയുന്ന ആളുകളായിരിക്കും. എന്തായാലും ഞാനൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പോകും. ഞാൻ ഒറ്റയ്ക്ക് കിടന്നാലേ എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്തായിരിക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? നാളെ മിക്കവാറും ഞങ്ങൾ വല്ല രാമഭദ്രനെയോ അല്ലെങ്കിൽ നമ്മുടെ മേപ്പാടനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അത് ഞങ്ങൾ കാണേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ചെയ്തിട്ട് വേണം, ഇമാരെ പറഞ്ഞു വിട്ടിട്ടേ നമുക്ക് അകത്തോട്ട് കയറാം അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ പോകുന്ന ഇവിടെ നിൽക്കുന്നോ? ഞങ്ങൾ പോവാം. ഈ പ്രേതം കൊണ്ടേ നിങ്ങൾ പ്രേതത്തിന് കിടക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു ആവശ്യമില്ലാത്ത കുരിശ് പിടിച്ച് വാങ്ങിക്കുന്നത്. ശരി, പിന്നെ മച്ചാ നമുക്ക് പോവാം. അവർ പോട്ടെ. ഓക്കെ. ഇവർക്ക് ഈ പിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വരുവാണ്, പേടിയുണ്ട് ഇവർക്കൊക്കെ? പ്രേത ബംഗ്ലാവ് ഇതെന്തിനാണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയില്ല, ഇതിനകത്ത് ആരും തങ്ങാൻ സമ്മതിക്കില്ല. 6 മണിയൊക്കെ ആകുമ്പം എല്ലാവരും ഇറക്കി വിടുന്നു. അല്ലാതെ പറയുന്നില്ല, ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. ഇതിനകത്ത് ഉള്ളിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ പ്രത്യേകിച്ചല്ലോ? ഉള്ളിൽ ഇപ്പോൾ കാഴ്ചകളൊന്നുമില്ല, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയല്ലേ. ഇവിടെയാണ് പണ്ട് നമ്മുടെ സായിപ്പിൻ്റെ ഭാര്യയും മകളൊക്കെ സ്വസ്ഥമായിട്ട് ഒരാളുടെ ശല്യം ഇല്ല അവിടെ ജീവിച്ചിരുന്ന സ്ഥലം അല്ലേ? അവിടെയാണ് ആ സായിപ്പിൻ്റെ മകൾ കയറി തൂങ്ങിയത് അല്ലേ? തൂങ്ങിയത്. ഇവിടെയൊക്കെ ആ സായിപ്പൊക്കെ കാലിൻ്റെ പുറത്ത് കാലൊക്കെ വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ സായിപ്പുമാർ വരാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, ഇവരെ കൺട്രോളിലായിരുന്നു ഈ എസ്റ്റേറ്റ് മൊത്തം. അല്ല, എന്നാലേ ഇപ്പൊ തന്നെ നമുക്കിവിടെ കയറാൻ പേടിയാ. പണ്ടത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക്. വഴിയും വെളിച്ചൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും. ഇപ്പോഴല്ലേ കറണ്ടും വെള്ളം ഇടിഞ്ഞു പൊടി നടക്കുമല്ലേ? ഒന്നുമില്ല. പണ്ട് പ്രതാപകാലത്ത് ഒരു ഭയങ്കര കൊട്ടാരം തന്നെയായിരുന്നു. ഇപ്പൊ പിള്ളേരുടെ വിക്രികൾ മാത്രമാണ് എല്ലാം എഴുതി വെച്ചേക്കോണല്ലോ പിള്ളേർ. അത് ഇതുപോലെ ഈ പറഞ്ഞവര് കാണിക്കുന്ന വേലകളാണ്. പയ്യന്മാർക്കൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വലിയ പേടിയാണത്തില്ല. അതോ പകൽ വന്നിട്ട് പോകും? പകൽ വന്നിട്ട് പോകും, രാത്രി നിൽക്കത്തില്ല. മദ്യപാനത്തിന് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. മദ്യപാനത്തിന് സെറ്റപ്പ് ഉണ്ട്. ഇതായിരിക്കും അവരുടെ അന്നത്തെ ഹാളല്ലേ? അന്നത്തെ ഹാൾ സായിപ്പ് മദാമയൊക്കെ രമിച്ച് നടന്ന ഹാളിതായിരിക്കും. അതൊരു ബെഡ്റൂമാണ്. അത് ഏത് മുറിയിലാണ് മറ്റേ സായിപ്പിന്റെ മകള് തൂങ്ങി മരിച്ചത്? അത് ഈ റൂം അല്ലേ? ഈ റൂമിലാണ് സായിപ്പിന്റെ മകള് തൂങ്ങി മരിച്ചത്. ഈ കാണുന്നത് ഇവിടെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന ആ സുന്ദരി കുട്ടിയായ മദാമക്കുട്ടി തൂങ്ങി മരിച്ചത് ഈ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് രാത്രിയിലൊക്കെ ചിലങ്കയുടെ ശബ്ദം, അതുപോലെ ഉച്ചത്തിലുള്ള കരച്ചിലും പൊട്ടിച്ചിരിയൊക്കെ കേൾക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ? ഇതിൻ്റെ പുറവശത്തൊക്കെ നല്ല കാടാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ദിലീപണ്ണ. ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുമ്പോഴേ വല്ലാത്തൊരു പേടിയുണ്ട്. അപ്പോൾ രാത്രി ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവസ്ഥ ആലോചിച്ച് ഒറ്റയ്ക്ക് അതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നവരും ബുദ്ധിമുട്ടാണ്. ചുറ്റും അപ്പുറത്തെല്ലാം കാടല്ലേ? കൊടും കാടല്ലേ? മൊത്തം വനമാണ്. ഒരുപാട് പാമ്പും അത് തന്നെ കാട്ടുപോത്തും ആനയൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഏതോ ഒരു കമ്പിയിലാണ്. ഏത് കമ്പിയാണെന്ന് അറിയാം? നിങ്ങളന്ന് വന്നായിരുന്നോ? ഇല്ല, വിളിച്ചില്ലായിരുന്നല്ലേ? ഞാൻ ചുമ്മാ. അപ്പോൾ എന്തായാലും ഇവിടെ മരണം സംഭവിച്ചെന്നുള്ളൊരു ഉറപ്പാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് യാതൊരു പേടിയില്ല. കണ്ടില്ലേ? കണ്ണൻ, ഷിനു, ജിത്തു, മനു, സുമേഷ് ഇവരെല്ലാം ഇവിടെ വിഹരിക്കുന്ന സ്ഥലമാണ്. അപ്പം എന്തായാലും രാത്രിയിൽ ഇമാർക്കും ധൈര്യം കാണത്തില്ല. പകല് വരത്തുള്ളൂ. ഇത് ബാത്റൂമാണ്. ഇന്നത്തെ ബാത്ത് ഡപ്പയും എല്ലാം ഉണ്ടായിരുന്നതാണ്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അന്നത്തെ ബാത്ത് ഡപ്പാണ്. നമ്മുടെ സായിപ്പും മദാമയും അവരുടെ മകളൊക്കെ കുളിച്ച് രസിക്കുന്ന ബാത്ത് ഡപ്പാണിത്. ഉണ്ടല്ലോ, നമ്മൾ അന്നത്തെ കൂട്ടൊന്നുമല്ല. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടായിരിക്കും കുളിക്കുന്നത് അല്ലേ? അല്ല, ഇതുണ്ടായിരുന്നു, ഡബ്ബ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നശിപ്പിച്ചായിരിക്കും. ഓ, അങ്ങനെയാണ്. അതൊരു കുളിമുറിയാണിത്. പിന്നെ വേറെന്താണ്? ഇതെന്തുവാ? ഇത് കോമൺ ആയിട്ടുള്ളത്. ഇനി അങ്ങോട്ടെന്തുവാ? അവിടെ കയറിയില്ലല്ലോ. ഇല്ല, ഇത് ചെറിയൊരു ഇടനാഴി പോലെ അല്ലേ? ഇതും അടുത്ത റൂമാണ്. ഇത് വേറെ റൂം. ഓ, വലിയ വിസ്താരമുള്ള റൂം. എല്ലാം വലിയ റൂം. ആ ബാത്റൂമോ? ഇതെന്താണിത്? ബാത്റൂമോ? ഇത് വേറെ ബാത്ത് ഡബ്ബ് കേട്ടോ. ഇതുപോലത്തെ ഡബ്ബാണ് അതിലുണ്ടായിരുന്നത്. ഓക്കെ. ഇത് ഒരു പക്ഷേ എനിക്ക് വന്ന സായിപ്പിന്റെ മകൾ കുളിക്കുന്ന ബാത്ത് ഡബ്ബായിരിക്കും അല്ലേ? സായിപ്പും മദാമയും അപ്പുറത്തായിരിക്കും കുളിക്കുന്നത്. അതിലും ഇതുപോലെ ഉണ്ടായിരുന്നു തന്നെ. കൊച്ചിന് കുറച്ച് നാണോമാനം ഉണ്ടായത് ഇവിടെ സെപ്പറേറ്റ്. ആ കൊച്ചാണ് ഈ പണി കാണിച്ചത്. എന്തായാലും സായിപ്പിന്റെ മകള് കാരണം ഇപ്പോൾ ഒരാൾ പോലും സ്വസ്ഥമായിട്ട് ഇവിടെ വരത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മനോഹരമല്ല പേടിപ്പിക്കുന്ന കാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോണക്കാട് എന്ന് പറയുന്ന ഈ പ്രേത ബംഗ്ലാവിൽ വരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേടിച്ച് നിക്കറെ കൂടെ മുള്ളിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിട്ട് എനിക്കും കുഴപ്പമില്ല. എനിക്ക് രാത്രിയിലെ കിടക്കാനേ അത്യാവശ്യം ധൈര്യമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ കിടക്കുന്ന വിശ്വാസമുണ്ടോ? ഇല്ല. കിടന്നു നോക്കണം. അല്ല, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? ഒരു ധൈര്യവാനാണെന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ കണ്ടുള്ള എൻ്റെ സമീപനം വെച്ച് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പ്രേതത്തെ. വെറുതെ പറയുന്നതല്ല. ഈ സാധനം രാത്രി ആയി കഴിഞ്ഞ് വെളി ഇറങ്ങത്തേ ഇല്ല. 12 അവസരത്തിൽ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാലേ
ഈ ഒരുപാട് കൊലപ്പുള്ളികൾ, ഒരുപാട് പ്രതികളും മോഷ്ടാക്കളൊക്കെ ഉണ്ട്. അവന്മാരെ ഒരു രാത്രി ഇവിടെ കൊണ്ടിട്ട് അവന്മാരെ സകല പണി തീരും. അവന്മാർ ജയിലിൽ വെറുതെ കൊണ്ടിട്ട് ഒരു കാര്യമില്ല അല്ലേ? ഒരു ദിവസം കൊണ്ടുവന്ന് ഒറ്റ ശിക്ഷ ഇവിടെ കൊണ്ടിട്ട് 10 ദിവസം താമസിക്കും. ഇനി ഒരു പണിക്കാൻ പോകത്തില്ല. കണ്ടോ വരുന്നവര് ഏതോ സായിപ്പിന്റെ അനന്തരവന്മാരിരുന്ന് അടിച്ചതിന്റെ ബാക്കിയാണ് ഇരിക്കുന്നത് അല്ലേ? ആയിരിക്കും. വായിക്കൂടെ വെള്ളം പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇതെങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ അല്പം അടിച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറാം. ടച്ചിങ്സും ഉണ്ടല്ലേ? ഓക്കെ. ഇത് കണ്ടോ? അപ്പൊ ടച്ചിങ് മാങ്ങ ചേറും ഉണ്ട്. അപ്പൊ ഇത് വേറൊന്നുമല്ല, ഇതിനകത്ത് കയറണമെങ്കിൽ ധൈര്യം വേണം മനസ്സിന് അല്ലേ? ധൈര്യം സംഭരിക്കാൻ വേണ്ടിയാണ് കയറുന്നത്, ധൈര്യത്തിന് വേണ്ടി അടിക്കുന്നത്. അപ്പൊ കുറ്റം പറയാൻ ഒക്കത്തില്ല. അവര് ലഹരി മരുന്നിന് അടിമയൊന്നുമല്ല. ഈ പ്രേത ബംഗ്ലാവ് ഒന്ന് ചുറ്റി കാണണമെങ്കിൽ 2 അടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ധൈര്യം വരത്തുള്ളൂ. അതിനുവേണ്ടിയായിരിക്കും. അപ്പൊ ഇത് മീനും ഇതെന്തോണത്? കരുവാട് ഇവിടെ വെപ്പും കൂടിയൊക്കെ ഉണ്ടോ? അടുപ്പൊക്കെ ഇരിക്കും. ഓ ഫസ്റ്റ് ഇവിടെ താമസമൊക്കെ ഉണ്ടല്ലേ? ചിലപ്പോ പറയില്ലേ ഇതുപോലെ പയ്യന്മാരെയും വന്ന് രാവിലെയൊക്കെ വന്നിട്ടേ പല വെച്ച് കഴിച്ച് അങ്ങ് പോകും. വൈകുന്നേരം പോകും. ഗ്യാങ്ങായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും വെളിയിൽ നിന്നേ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഫാമിലീസിനൊക്കെ കയറ്റി വിടും ഇങ്ങോട്ട്. കയറ്റി വിടും. താഴെ നമ്മളെ ചെക്ക് പോസ്റ്റില് കമിതാക്കളെ ഒന്നും അധികം കയറ്റി വിടത്തില്ല അല്ലേ? ഇല്ല. ഫാമിലിയാണ് ജെന്യൂൻ ആയിട്ടുള്ള ടീമാണെങ്കിൽ മാത്രം താഴെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ കയറ്റി വിടത്തുള്ളൂ. കൂടുതലും വരുന്നത് ഈ ചെറുപ്പക്കാർ ആൾക്കാരാണ്. അവർ 2 അടിക്കാൻ വേണ്ടിയും കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മുറിയുടെ അവസ്ഥ ഉണ്ട്, മൊത്തം തകർന്ന് തരിപ്പണമായി. 1951 പണിയെടുപ്പിച്ച കൊട്ടാരമായിരുന്നു ഇത്. കിച്ചണ്. ഇതാണ് സായിപ്പിന്റെ മാതാമ, സായിപ്പിന്റെ പെണ്ണുമ്പുള്ള ആഹാരമൊക്കെ വെച്ച് ആറുമാതിച്ച കിച്ചൺ ഇതായിരുന്നു. അപ്പം അന്ന് നല്ല ഹൈറ്റുള്ള പെണ്ണുമ്പിള്ളായിരുന്നു, മനസ്സിലായി. കാര്യം ഇത്രയും പൊക്കത്തിലാണ് ഈ തട്ടൊക്കെ വെച്ചേക്കുന്നത് അല്ലേ? അപ്പം നല്ല ആചാന ബാഹുവായിരിക്കും സായിപ്പിന്റെ പൊണ്ടാട്ടി. കണ്ടില്ലേ? അപ്പം അന്ന് അവർ ആറുമാതിച്ച് സുഖിച്ച് നടന്ന അടുക്കളയ്ക്കൊക്കെ എന്തൊരു വീതിയാന്ന് നോക്കൂ, ഭയങ്കര വീതി. സാധാരണ റൂമിനെക്കാട്ടും വീതിയില്ലേ? അതല്ലേ പറഞ്ഞത്. അപ്പൊ അന്ന് ഒരുപാട് ഗസ്റ്റുകൾ കാണുമായിരിക്കും അല്ലേ? ലണ്ടനിൽ നിന്നും UK എന്നൊക്കെ വരുന്ന ആൾക്കാരെ കാണുമായിരിക്കും. ഇത് ഇവിടെ നോക്കാം. ഇതായിരിക്കും ഇവിടെ പുറത്തേക്കുള്ള വഴി അല്ലേ? പേടിയില്ലെന്ന് പറയുന്നത് അണ്ണൻ ദിലീപണ്ണൻ പേടിച്ച് നാട്ടുകാരനെ കണ്ട കയ്യിൽ കൊടുത്ത് നമ്മളോട് വന്നേക്കാം. പക്ഷെ ഭയങ്കര പേടിത്തുറിയ, എന്നെക്കാളും പേടിത്തുറിയ. ഞാൻ പേടിയില്ലെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ചെറിയ കാര്യത്തിൽ പേടിക്കുന്ന ആളെ എനിക്ക് മനസ്സിലായി. പാവം ദിലീപണ്ണ കേട്ടോ, ദൈവമേ ഒന്നും വരുത്തല്ലേ. എന്നാലും നിങ്ങൾ പേടിച്ചല്ലോ മനുഷ്യ. ഇത് വല്ല സ്റ്റോർ റൂമോ വല്ലതായിരിക്കും. ഇതെന്ത് വരുന്ന സംഭവം? സ്റ്റോർ റൂമോ അങ്ങനെ വല്ലതും ആയിരിക്കും. അയ്യോ, ഇത് ഭയങ്കര ഇരുട്ട് റൂമാണല്ലോ. ഇത് നല്ല ഇരുട്ട് റൂമാണ്. ഇതിനകത്തൊന്നും കാണാൻ, പ്രത്യേകിച്ച് നിങ്ങൾ കാണാൻ പറ്റുന്ന അറിയത്തില്ല. ക്യാമറയ്ക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു പരിമിതിയുണ്ട്. അതെല്ലാം നമ്മൾ ഒപ്പിയെടുക്കുന്നുമുണ്ട്. നിങ്ങൾ കാണുക. അപ്പോൾ എന്തായാലും ദിലീപണ്ണ നിങ്ങളെ ഒരു പേടിയില്ലാതെ ഇവിടെ നമ്മളോടൊപ്പം വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പുറത്തിറങ്ങാനുള്ള സമയമായോ? കഴിയാറായോ? ഒരു റൂമുണ്ടല്ലേ? പിള്ളേരല്ല അവരുടെ കൈക്രിയൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ടല്ലേ? ഒരുപാട് അക്ഷരങ്ങളും ഒരുപാട് വരയും കുറിയൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടേ? അവസാന റൂമാന്ന് തോന്നുന്നല്ലേ? ഇവിടുത്തെ ഇത് നമ്മൾ തണുപ്പ് സമയത്തെ ചിമ്മിനി. ഇതാണ് നമ്മുടെ സായിപ്പിൻ്റെ മദാമയുടെയും ആ സുന്ദരിക്കുട്ടി തണുപ്പ് കൊള്ളുന്ന സ്ഥലം. ഇങ്ങനെ കുത്തിയിരിക്കും നല്ല തണുപ്പ് സമയത്ത്. ഇവിടെ നല്ല തണുപ്പാണ്. ഈ സമയത്ത് ഇങ്ങനെ വിറച്ചിരിക്കും. ആ തണുപ്പ് മാറ്റാനുള്ള സംവിധാനമാണിത്. എന്തായാലും നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. പ്രേതത്തെ ഒക്കെ വെല്ലുവിളിക്കാന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ 2 പയ്യന്മാർ വന്ന് പറഞ്ഞ അനുഭവങ്ങൾ കേട്ടില്ലേ? ഒരു ദിവസം ഒരു ആർമാദിക്ക് വേണ്ടി വന്നു. ഒരുത്തിൻ്റെ ദേഹത്ത് പ്രേതം കൂടി. ആ വെളുപ്പംകാലം വരുന്ന പാടിയെന്ന ഡാൻസ് കളിച്ചു. അമ്മാതിരി പണിയൊക്കെ ഈ പ്രേതം തരും. അതുകൊണ്ട് റിസ്ക് എടുത്ത് പ്രേതത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആരും വരരുത്. വരുക, കാണുക, ആസ്വദിക്കുക, പോവുക. അല്ലാതെ വെല്ലുവിളിച്ച് പോയി കഴിഞ്ഞാൽ സംബന്ധിക്കും എന്തെങ്കിലും ചിലപ്പോൾ പണി കിട്ടും. പ്രേത ബംഗ്ലാവിൻ്റെ ഈ മുറ്റത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇനി കാണിച്ചു തരാം. ഇവിടെ നിന്നുകൊണ്ട് ആ കാണുന്നതാണ് പേപ്പറ ഡാം അല്ലേ? ഈ പ്രേതത്തിന്റെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലേ? കാറ്റാടി മരങ്ങള്. ആണല്ലേ? ഇത് ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പേടി വരും അല്ലേ? കാറ്റാടി മരം. ഈ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ ഈ മരങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ പ്രേതത്തെ അറിയാതെ നമ്മൾ മനസ്സിലേക്ക് കയറി വരും. അതുപോലെ തന്നെ വിശാലം ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറ കാണാൻ പറ്റും. നോക്കിയാൽ ദൂരെ പേപ്പാറ ഡാം, വലിയ പർവ്വത നിരകൾ, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് പണ്ട് സായിപ്പ് മദാമയൊക്കെ ഈ കൊട്ടാരം കെട്ടിയത് അല്ലേ? അല്ല വെറുതെ ഇവിടെ കൊട്ടാരം കെട്ടത്തില്ല. ഇവിടെ ഇത് ആസ്വദിക്കുകയും ചെയ്യും, താഴോട്ടുള്ള മൊത്തം അവർക്ക് വീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഈ പെങ്കൊച്ച് പണി കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും വരാത്ത അവസ്ഥ. ഇപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഉള്ളൂ കൂടുതൽ. എന്തിനാണ് ഇവിടെ അറിയാൻ വേണ്ടി. ഇപ്പം സമയം ഏകദേശം എത്ര മണിയാണ്? 7 മണിയുള്ളത്. 6:30 ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് പന്തികേടല്ല.
കാര്യം ഇനിയിപ്പോൾ ഏത് സമയത്തും പ്രേതം ഇറങ്ങാനുള്ള സമയമായി. അപ്പം നമുക്ക് എന്തായാലും പെതുക്കെ അങ്ങ് പോയാലോ, വന്ന വഴി പോയാലോ, പോയേക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ബോണേക്കാട് പ്രേത ബംഗ്ലാവിൻ്റെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കാണുക, വരിക, ആസ്വദിക്കുക, പോകും. ഭാഗ്യപരീക്ഷണത്തിനൊന്നും മുതിരരുത്. അപ്പോൾ ഇതൊരു പ്രേത സങ്കല്പമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് ഒരുപക്ഷെ പരീക്ഷിക്കാൻ വേണ്ടി വരാം അല്ലേ, പ്രേതം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും വരാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് രാത്രികളിൽ. പകൽ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. രാത്രികളിൽ ഒരുപക്ഷെ ഈ ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലുള്ള ഉറക്കമുള്ള അലർച്ചയൊക്കെ കേട്ടാൽ തീർച്ചയായിട്ടും ഞാൻ പേടിച്ചു പോകും. നിങ്ങളും പേടിക്കുമല്ലോ. അതുകൊണ്ട് രാത്രിയിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ട്, അതിൻ്റെ വഴിക്ക് വിടുക, അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട. ഇത്തരം വിശ്വാസങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പ്രേത ബംഗ്ലാവിൻ്റെ കഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഈ വിശ്വാസം അങ്ങനെ തന്നെ പോകട്ടെ. ഇനി മറ്റൊരു രസകരമായ വിശേഷങ്ങളുമായി വീണ്ടും ഞാനെത്തും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ഞാനും ദിലീപണ്ണനും നന്ദി പറയുന്നു. ഞങ്ങൾ ഈ വഴിയിലൂടെ യാത്രയാവും അല്ലേ, നമുക്ക് ഇറങ്ങാം, ഈ മല ഇറങ്ങാം.